ഭാഗം എഴുതിയിരിക്കുന്നത് യാചന, മറ്റൊന്ന് പ്രാർത്ഥന, മൂന്നാമത്തെ പക്ഷപാതം, 4 സ്തോത്രം. സാധാരണഗതിയിൽ പ്രാർത്ഥന എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഇതിനെ എല്ലാം ഉൾപ്പെടുത്തുന്നത് അല്ലെ. എല്ലാം നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ സ്തോത്രമുണ്ട്, അതിനകത്തിൽ എന്തുണ്ട്, പക്ഷപാതമുണ്ട്, അതിനകത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്ന ഭാഗമുണ്ട്, ഇല്ലെങ്കിൽ അതിനകത്ത് സപ്ലിക്കേഷൻ, എന്താ പറയുക, ഒരു യാചന, ഇതെല്ലാം കൂടെ ആയിട്ട് നമ്മളതിനെ കോമൺ ആയിട്ട് നമ്മുടെ അറിവിൽ അത് പ്രാർത്ഥന എന്ന അറിവാണ്. പക്ഷെ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോഴാണ് കുറച്ചുകൂടെ അതിന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇവിടെ 4 വാക്കുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം നമ്മൾ ഉപയോഗിച്ച വാക്ക് ഏതാണെന്നറിയോ? നമ്മൾ കണ്ടു, യാചന എന്ന വാക്കാണ്. മനസ്സിലായോ? അതിന് സപ്ലിക്കേഷൻ അല്ലെങ്കിൽ പെറ്റീഷൻ, സപ്ലിക്കേഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് യാചന എന്നതിന്. അപ്പൊ ഇവിടെ എന്തുവാ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്? പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രാർത്ഥനയെ കുറിച്ച് എത്ര പഠിച്ചിട്ടും പ്രാർത്ഥിക്കാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല. കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥനയെ കുറിച്ച് എത്ര തന്നെ ബുദ്ധിയിലോട്ട് കേട്ടിട്ടും അതിനെ പ്രാക്ടിക്കലാക്കി തീർക്കാനായിട്ട് ഹൃദയം സബ്മിറ്റ് ചെയ്യാത്തടത്തോളം കാലം ഇത് കേട്ടിട്ട് യാതൊരു പ്രയോജനമില്ല. ഉദാഹരണം എന്താന്ന് ചോദിച്ചാൽ, പാരസെറ്റമോളിന്റെ ടാബ്ലറ്റ് നമ്മളെല്ലാവരും ഒരു പനി വന്നാൽ ഓടിപ്പോയി മേടിച്ച് ഭക്ഷിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പാരസെറ്റമോൾ ടാബ്ലറ്റ് മേടിക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിലൂടെ ചെല്ലുമ്പം അവിടുത്തെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടിരിക്കുന്ന ആള് പറയുകയാണ്, പാരസെറ്റാമോളിന്റെ സാൾട്ടിനെ കുറിച്ച് ഒരു 20 മിനിറ്റത്തെ ക്ലാസ് നമുക്കിങ്ങ് എടുത്തു. എന്നിട്ട് പാരസെറ്റാമോൾ മേടിപ്പിക്കാതെ നമ്മളെ തിരിച്ചു വിട്ടാൽ നമ്മൾ പോയതിന് പ്രയോജനം ഉണ്ടാവും? ഹലോ, നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല. നമ്മൾ പാരസെറ്റാമോൾ ടാബ്ലറ്റ് മേടിക്കാൻ വേണ്ടി പോയതാ. പക്ഷെ അവിടെ ചെന്നപ്പോ പാരസെറ്റാമോൾ ടാബ്ലറ്റിനെ കുറിച്ച് എന്തൊക്കെയുണ്ടോ കണ്ടന്റ്, എപ്പോ കഴിക്കണം, കഴിച്ചാൽ എന്തുവാണ്, കഴിക്കുന്നതിന് മുമ്പ് വേണോ, ആഹാരം കഴിച്ചതിന് മുമ്പ് വേണോ, പിൻപ് വേണോ, എത്ര നേരം കഴിക്കാം, ഒരു അഡൽട്ട് ഡോസ് എന്തുവാ, ഒരു പീഡിയാട്രിക് ഡോസ് എന്തുവാ, സിറപ്പ് അവൈലബിൾ ആണ്, ടാബ്ലറ്റ്, ഇതെല്ലാം പറഞ്ഞാൽ സത്യത്തിൽ ഈ പോകുന്നവന്റെ രോഗത്തിന് യാതൊരു ശമനം ഉണ്ടാകത്തില്ല. ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് രാത്രി പ്രയറിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തെല്ലാം കാര്യം ഞാനിവിടെ പറഞ്ഞാലും ദൈവമേ ഇതെന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ ഒന്ന് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഇത് പ്രയോജനപ്പെടുത്തുള്ളൂ. അല്ലാത്തവർക്ക് ഇന്ന് രാത്രിയിലത്തെ പ്രാർത്ഥന എന്തായിരിക്കും എന്നറിയാമോ? ഒരു 30 മിനിറ്റ് 35 മിനിറ്റ് നമ്മൾ സമയം തള്ളിക്കളഞ്ഞു, വേറെ പ്രയോജനമൊന്നും ഉണ്ടാവത്തില്ല അല്ലേ. ഏത് ചർച്ചിനും ഉള്ളതാണ് ഒരു സഭാരാധന, ഒരു ഫാസ്റ്റിംഗ് പ്രയർ, ഒരു എന്താ പറയുക, ആഴ്ചയിൽ ഒരു മീറ്റിംഗ്. ഇത് കോമൺ ആയിട്ട് എല്ലാ ചർച്ചിനും ഉള്ളൊരു കാര്യമാണ്. അത് തന്നെ നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നതിനകത്ത് അർത്ഥമില്ല. നമ്മൾ വന്നതിനകത്തിൽ ഒരു പ്രയോജനം ഉണ്ടാവണം. ഇവിടെ 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 1 പോലുള്ളതായിട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചതിൽ പ്രയറിനെ സംബന്ധിച്ച് 4 വ്യത്യസ്ത തലങ്ങൾ പറയുകയാണ്. മനസ്സിലായോ? എല്ലാം പ്രയർ എന്നൊക്കെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ 4 വ്യത്യസ്ത തലങ്ങൾ. ഒന്നാമത്തെ ഭാഗം നമ്മൾ കണ്ടത് ഈ യാചന എന്ന ഭാഗമാണ്. ശ്രദ്ധിച്ചോണം, ഇനി എന്നെ ശ്രദ്ധിച്ചിരിക്കണേ. ഒന്നാമത്തെ ഭാഗം നമ്മൾ കാണുന്നത് യാചന എന്ന് പറയുന്ന ഭാഗമാണ്. ഈ യാചന എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു യാചകൻ എന്ന അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു യാചനയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് പോകുന്നത്. യാചിച്ച് എങ്ങനെയും എന്ത് ചെയ്യണം, വാങ്ങിക്കണം, അല്ലെ, ആ ഒരു അർത്ഥമാണ് നമ്മുടെ മണ്ടയ്ക്ക് എപ്പോഴും പോകുന്നത്. പക്ഷേ യഥാർത്ഥ അർത്ഥം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, യാചന എന്ന അർത്ഥത്തിലല്ല യഥാർത്ഥത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അതിനെ സപ്ലിക്കേഷൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല വാക്കെന്ന് പറഞ്ഞാൽ നിവേദനം എന്ന വാക്കാണ് കറക്റ്റായ വാക്ക്. നമ്മൾ നമ്മുടെ എന്ത് ചെയ്യുക, ആവശ്യങ്ങൾ നമ്മളൊരു നിവേദനം ദൈവസന്നിധിയിൽ വെക്കുക എന്നുള്ള അർത്ഥമാണ് സത്യത്തിൽ സപ്ലിക്കേഷൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? രണ്ടാമതായിട്ടിരിക്കുന്ന എന്തോ, യാചനയ്ക്ക് ശേഷം രണ്ടാമത് എഴുതിയിരിക്കുന്ന ഭാഗം എന്തോ വായിച്ചേ? രണ്ടാമത്തെ പ്രാർത്ഥന കണ്ടോ? അവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം എന്തോ? പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാ. ആദ്യം എന്തോ പറഞ്ഞു? യാചന, അല്ലെങ്കിൽ അതിന് നമ്മളൊരു വാക്ക് കൊടുത്തായിരുന്നു, നിവേദനം എന്ന അർത്ഥമാക്കിയിരിക്കുന്നു, സപ്ലിക്കേഷൻ. രണ്ടാമത് നമ്മൾ കണ്ടു പ്രയർ, പ്രാർത്ഥന എന്നൊരു ഭാഗം നമ്മൾ കാണുന്നു. ഇനി മൂന്നാമതൊന്ന് വായിച്ച ഒരു വാക്ക് കൊടുത്തിരിക്കുന്ന വാക്കെന്തോ? മൂന്നാമത് എഴുതിയിരിക്കുന്ന പക്ഷപാതം. ഇതാണ് കറക്റ്റായ വാക്ക്. പക്ഷെ നമ്മൾ നമ്മുടെ ചർച്ചയിൽ വെക്കുന്ന പ്രാർത്ഥനയ്ക്ക് പക്ഷപാത പ്രാർത്ഥന എന്നല്ലല്ലോ പറയുന്നത്.
നമ്മളതിനെ മധ്യസ്ഥ പ്രാർത്ഥന എന്നാ പറയുന്നത്. നമ്മൾ കുഞ്ഞുനാൾ വരെ കേട്ടിരിക്കുന്നതും അതാണ്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല, പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല. അക്ഷരത്തിന്റെ തെറ്റുകളോ അല്ലെങ്കിൽ ചില വാക്കുകൾ എടുക്കുന്നതുകൊണ്ടോ ഒന്നും ആത്മീയതയെ താഴോട്ടൊന്നും വരുന്നില്ല. എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനും ബ്രദറും തമ്മിലൊരു വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ വന്ന് പരിഹരിക്കാൻ പറ്റിയ വേറൊരു വ്യക്തി വന്ന് ഇടപെടുന്നതിനാണ് ഒരു മധ്യസ്ഥതയെ നമ്മൾ സത്യത്തിൽ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? പക്ഷപാതം എന്ന് പറയുന്നത് വിഷയം എന്ന് വെച്ചാൽ ഞാനൊരു വ്യക്തിയുടെ പക്ഷം പിടിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള അർത്ഥമാണ്. അത് മലയാള അർത്ഥമാണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടിരിക്കുന്ന അർത്ഥം. മനസ്സിലായോ? ഈ അർത്ഥങ്ങൾക്ക് വ്യത്യാസം വരാൻ കാര്യം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു പല നിലയിലുള്ളവരാണ് ചെയ്തിരിക്കുന്നത്. വേദപുസ്തകത്തിന്റെ ഒരു സത്യം നമ്മൾ എന്നും തിരിച്ചറിയേണ്ടത്, വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ അത് ബ്രീത്താണ്, നമ്മുടെ ശ്വാസോച്ഛ്വാസമാണ് വചനം. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ ഓക്സിജൻ അത്യാവശ്യമായിരിക്കുന്നത് പോലെ വചനം അത്ര ഭയങ്കരമാണ്. അത് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ കാര്യത്തിനും വേണ്ടി ഇരിക്കാൻ. മനസ്സിലായോ? നമ്മൾ ദൈവവചനത്തെ ബഹുമാനിച്ചാൽ, ദൈവവചനത്തെ നമ്മൾ സ്നേഹിച്ചാൽ, ദൈവവചനത്തെ നമ്മൾ അംഗീകരിച്ചാൽ, നമ്മൾ പറയണ്ടാണ്, നമ്മൾ അവരെ ഒന്നും കറക്റ്റ് ചെയ്യണ്ട, അവരെ ആത്മാവ് അവരെ കറക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പല കാര്യങ്ങളും നമ്മൾ തെറ്റാന്ന് ഓരോ ദിവസം കഴിയും തോറും അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ഈ കേട്ട വചനം മൊത്തം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നതുകൊണ്ടാണ്. ഇതാ നമ്മുടെ അവസാന സമയം വരെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇതുണ്ടാവുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയോ? ആ മാനസാന്തരപ്പെടാനുള്ള ഹൃദയം നമ്മൾ ഈ നഷ്ടപ്പെട്ടു പോയെന്ന. അതൊരിക്കലും അവസരം കൊടുക്കരുത്. അല്ലായോ? തീരെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാലിന്റെ വെള്ളയിൽ ഒരു മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ അവരെന്ത് സെൻസിറ്റീവ് ആയിരിക്കും നോക്കി. നമ്മുടെ കാലിൽ ചില മുള്ളു കൊണ്ടാൽ 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നത്. കാരണം എന്താ? നടന്ന് നമുക്ക് അതിനെന്തുമായി? നല്ല തഴമ്പായി. ഇതുപോലെ പല പാപങ്ങളും ആദ്യം നമുക്ക് വലിയ വിഷയമായിരുന്നു. ഇപ്പം നമുക്കത് വിഷയമില്ലാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് നമ്മൾ വിധേയപ്പെടുന്നില്ല. പല പ്രാവശ്യം പറഞ്ഞ് നമ്മൾ വിധേയപ്പെടുന്നില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ നീങ്ങും. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്ന കാര്യം കേൾക്കുക മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാർത്ഥമായിട്ടൊരു പ്രാർത്ഥന ദൈവസന്നിധി വേണം. കർത്താവേ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കൊരു പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? അത് ഇന്ന് രാത്രി നമ്മൾ ഈ മീറ്റിംഗ് കൊണ്ട് പ്രാർത്ഥനയുടെ ഈ ഭാഗം നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാകുന്നതാണ്. ഒന്നാമത്തെ ഭാഗം നമ്മൾ കണ്ടു, യാചന, അല്ലെങ്കിൽ എന്തുവായിരുന്നു അതിന് പറഞ്ഞേ? നിവേദനം എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞു എന്തുവായിരുന്നു? പ്രേയർ എന്ന ഭാഗമാണ്, പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മൂന്നാമതായിട്ട് നമ്മൾ സംസാരിച്ച ഭാഗമാണ് പക്ഷപാതം. പറഞ്ഞു വേറൊരാൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാണ്? പക്ഷം ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അത് ഏത് പ്രാർത്ഥനയാന്ന് പറയാം? കുറച്ചുകൂടെ യഥാർത്ഥത്തിൽ ഒരാളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച, കർത്താവേ ആ വ്യക്തിയെയും കൂടെ എന്ത് ചെയ്യണമേ? ഈ രക്ഷയിലേക്ക് കൊണ്ടുവരണമേ. ആ വ്യക്തിയെയും കൂടി നിത്യതയിലേക്ക് എത്തിക്കണമേ. ആ നിത്യജീവനിൽ അവനും അവകാശിയായി തീരണേ. ഇതാണ് നമ്മുടെ പക്ഷപാത പ്രാർത്ഥനയുടെ ഏറ്റവും പരമോന്നതിയിൽ നിൽക്കുന്ന ഭാഗം. മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാലാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഭാഗം അല്ലെങ്കിൽ വായിച്ച ഭാഗം എന്തുവായിരുന്നു? 3 ഭാഗം കഴിഞ്ഞിട്ട് സ്തോത്രം, താങ്ക്സ് ഗിവിങ്, നന്ദി പറയുകയാണ് നമ്മൾ ദൈവത്തോട്. ഇത് പ്രേയറിന്റെ 4 അവസ്ഥകളാണ്, അല്ലെങ്കിൽ നാല് ചിത്രം നമുക്ക് വേണേൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് യാചനയാണ്, മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രാർത്ഥനയാണ്, മൂന്നാമത് നമ്മൾ മനസ്സിലാക്കിയത് പക്ഷപാതമാണ്, നാലാമത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഭാഗം താങ്ക്സ് ഗിവിങ് അല്ലെങ്കിൽ സ്തോത്രത്തോടെ. എന്തുവാ നമ്മൾ സ്തോത്രത്തോടെ ദൈവസന്നിധി ചെയ്യുന്നത്? ദൈവം പറഞ്ഞ ഒരു വാക്യമുണ്ട്, അതിനകത്ത് 2 അർത്ഥം നമ്മൾ അറിയണേ. ഒരർത്ഥം എന്തോന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് ചെയ്ത നന്മയെല്ലാം ഓർക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ എന്തുവാ ദൈവം നമുക്ക് വേണ്ടി ചെയ്തേ? അവൻ നമ്മുടെ പാപം മോചിച്ചതും, അവൻ നമുക്ക് രക്ഷ ഉറപ്പാക്കി തന്നതും, അവൻ തന്റെ മകനാക്കി തീർത്തതും, അവന്റെ നീതി നമുക്ക് തന്നതും, നമ്മളെ നീതീകരിച്ചതും നീതിമാനാക്കിയതും, ഇതൊക്കെ ഓർക്കുമ്പോഴാച്ചാ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ദൈവത്തോട് നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യും. മനസ്സിലായോ? അല്ലാതെ സ്തോത്രം 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 നമ്മൾ പറയുന്നതുകൊണ്ട് അർത്ഥമില്ല. പറയുന്നതോടൊപ്പം ഈ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ മനസ്സിനകത്തുണ്ടായിരിക്കണം. ഹലോ, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്നത് കൊണ്ടല്ല വ്യത്യാസം വരുന്നത്. നമ്മൾ അത് പറയുമ്പോൾ നമ്മൾ ആ അവസ്ഥയിലായിരിക്കണം നമ്മുടെ ഹൃദയം. മനസ്സിലായോ? ദൈവം ജനത്തോട് സംസാരിക്കുന്നത് ഹൃദയ നിലവാരം അറിഞ്ഞാ ദൈവം സംസാരിക്കുന്നത്.
അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. മനുഷ്യന്റെ മുഖം നോക്കിയല്ല നമ്മൾ പലപ്പോഴും ഫീലിങ്സ് അനുസരിച്ച് ചലിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും. ദൈവം ഫീലിങ്സ് അനുസരിച്ചല്ല ചലിക്കുന്നത്, ദൈവം ചലിക്കുന്നത് പിതാവിന്റെ ഇച്ഛ അനുസരിച്ചാണ് ചലിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ അവസ്ഥയിൽ നിന്ന് വ്യത്യാസം വരണം. നമുക്ക് ഈ അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ പിതാവിന്റെ ആ ഒരു താല്പര്യത്തിലേക്ക് ഒരു വ്യത്യാസമാണ് നമുക്ക് പതുക്കെ നമുക്ക് ഉണ്ടാവേണ്ടത്. മനസ്സിലായി? ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ അർത്ഥം എന്തായിരുന്നു? ദൈവം നമുക്കായിട്ട് ചെയ്തതെല്ലാം ഓർക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവത്തെ സ്തോത്രത്തോടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഇതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം എന്താണെന്നറിയാവോ? ബൈബിളിൽ വേറൊരു വാക്കുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിൽ അറിയിക്കണം. അത് നടന്നിട്ടില്ല. കണ്ടോ? ഒരു ഭാഗം നമ്മൾ കണ്ട എന്തുവാ? നടന്നു കഴിഞ്ഞു. അത് ഓർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ദൈവത്തിന്, ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറയുക. പക്ഷേ മറ്റൊരു ഭാഗം ശ്രദ്ധിച്ചോ, നടന്നിട്ടില്ല, പക്ഷെ എന്ത് ചെയ്യുക? ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുകയാണ് ദൈവസന്നിധി ചെല്ലുന്നത്. എന്തോ അതിന്റെ അർത്ഥം? ഇതിനകത്താണ് വിശ്വാസം നിറഞ്ഞിരിക്കുന്നത്. ശരിയായോ? ഈ കാര്യം അറിയിക്കുന്നതോടൊപ്പം നമ്മൾ പറയുകയാണ്, എന്റെ ദൈവമേ, ഈ കാര്യം നീ സ്ഥാപിപ്പിച്ച് തരുന്നതിന് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ഫെയ്ത്ത് ചലിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞു വെച്ചാൽ, കഴിഞ്ഞ അധ്യായത്തിലോട്ട് വരുമ്പോ, ഈ തിമോത്തിയോസിന്റെ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട്, കണ്ടോ, വിശ്വാസ കപ്പൽ തകർന്നു പോയി പലരുടെയും. നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ എന്തോ പോയി? വിശ്വാസ കപ്പൽ. അവരുടെ ഫെയ്ത്തിന്റെ ആ ഒരു നിലവാരം അവർക്ക് തകർന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ വിഷയങ്ങളെ സ്തോത്രത്തോട് അറിയിക്കാൻ പറയുമ്പോൾ വിഷയങ്ങൾ നടക്കുവോ ഇല്ലയോ എന്നല്ല, വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ അത് നടന്നതിനായിട്ട് എന്ത് ചെയ്യുക? സ്തോത്രം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ചലനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ദൈവസന്നിധിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. മറ്റൊരു ഭാഗം ഏതാ? നമ്മൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം അത് ചെയ്യുമെന്നുള്ള ഉറപ്പിന്റെ മേൽ നമ്മൾ വേണം ചലിക്കണം. പണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഗ്രാമക്കാരെല്ലാം കൂടെ കൂടി. അന്ന് വരെ ആ ഗ്രാമത്തിൽ മഴയില്ല. അപ്പൊ ആൾക്കാരെല്ലാം കൂടെ മഴ പെയ്യണമെന്ന് ഓർത്ത് ഗ്രാമത്തിൽ ഒരു കൺവെൻഷൻ വെച്ചു. എല്ലാവരും കൺവെൻഷന് വേണ്ടി വന്നു. അതിനകത്ത് ഒരമ്മച്ചി മാത്രം കൊടയം കൊണ്ടാ വന്നത്. ഹലോ, എല്ലാരും പ്രേയറിന് വന്നു, പക്ഷെ അമ്മച്ചി മാത്രം എന്തോ കൊണ്ട് വന്നു? കാര്യം അമ്മച്ചിക്ക് അറിയായിരുന്നു ഇന്നത്തെ ഈ പ്രേയർ എന്ത് ചെയ്യുമെന്ന്. മഴ പെയ്യുമെന്ന് ഉറപ്പായിരുന്നു. മറ്റുള്ളവരൊക്കെ വന്നത് ആ ഗ്രാമീണ മൂപ്പം വിളിച്ചതിന്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്ത് ചെയ്തു? ഇങ്ങി വന്നു. പക്ഷെ അതിനകത്ത് ഒരാൾ എന്ത് ചെയ്തു? കൊടയം കൊണ്ടാ വന്നത്. അപ്പം ആ ഉറപ്പ്, എന്റെ ദൈവം അത് ചെയ്യുമെന്നുള്ള ആ ഫെയ്ത്ത് നമ്മുടെ ഉള്ളിൽ ചലിപ്പിക്കണം. എന്താണെന്നറിയാവോ? വ്യക്തികളില്ലാതെ ദൈവത്തിന് ഇന്നും കാര്യങ്ങൾ ചലിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ദൈവത്തിന് ഇവിടെ എല്ലാം ഒരു വ്യക്തികളെ ആവശ്യമാണ് കേട്ടോ. ദൈവത്തിന് വ്യക്തികൾ ആവശ്യമാണ്. ദൈവത്തിന് പ്രെയർ ചെയ്യാൻ വ്യക്തികളെ ആവശ്യം വേണം. പ്രെയർ ചെയ്യാൻ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു 70 സംവത്സരത്തെ കുറിച്ച് ദാനിയേലിന്റെ പുസ്തകത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദാനിയേൽ ഇത് മനസ്സിലായി കഴിയുമ്പോൾ, ആ ജനതയുടെ വീണ്ടെടുപ്പ് ഈ സമയത്ത് നടക്കാൻ പോകുന്നതെന്ന് കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് ദാനിയേൽ എന്ത് ചെയ്തു പോയി? പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയിരുന്നു. അതിന്റെ അർത്ഥം, പ്രാർത്ഥിക്കാൻ ഒരുവൻ ഉണ്ടെങ്കിലേ ദൈവം പറഞ്ഞ ദൂതിന്റെ നിവർത്തീകരണം ദൈവം ചെയ്യത്തുള്ളൂ. ഈ പട്ടണത്തിൽ ഒരു ദൂതുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കാനായിട്ട് ചിലർ എഴുന്നേറ്റിരിക്കണം. ദൈവത്തിന് ചലിക്കണമെങ്കിൽ ദൈവത്തിന്റെ വാക്ക് പറയുന്ന ചിലരെ ദൈവത്തിനുണ്ടായിരിക്കണം. നിങ്ങൾ നോക്കിക്കേ, ദൈവപ്രവൃത്തി പലയിടത്തും പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ദൈവപ്രവൃത്തി നടന്ന പലയിടത്തും ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തു. മനുഷ്യനാൽ 10 പേരാൽ ചെയ്യാത്ത കാര്യം, 100 പേരാൽ ചെയ്യാത്ത കാര്യം ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച് ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു ജാതീയ രാജാവിനെ എഴുന്നേൽപ്പിച്ച് ദൈവം എന്തോ എന്നറിയാവോ? ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തു. ആ ചരിത്രം ഒന്ന് പഠിച്ചാൽ ഭയങ്കരമായിട്ടോ. കോരേഷ്, അവനെ എന്ത് ചെയ്യുന്നറിയോ? ദൈവം അവനെ കൊണ്ടുവന്ന വഴി നോക്കിയാൽ ഭയങ്കരമാണ്. നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല.
ആ വാക്യത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കോരേശിനെ ദൈവം കൊണ്ടുവന്ന ചരിത്രം നമ്മൾ പഠിക്കണം. ദൈവം അവനെ കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയാവോ? അവനൊരു വിവാഹം കൊടുത്തു. ആ വിവാഹത്തിലായിരുന്ന ആ പെൺകുട്ടിയുടെ പിതാവ് ആ കാലഘട്ടത്തിലെ വലിയൊരു ഭരണാധികാരിയായിരുന്നു. ആ ഭരണാധികാരിയുടെ മകളെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ ആ രാജ്യം വിസ്തീർണപ്പെടുത്തി. ഒടുവിൽ ഇദ്ദേഹത്തെ ഇവനെ ഈ രാജ്യത്തിന്റെ പ്രധാന സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം പലതിനെ ഒന്നിപ്പിച്ചുകൊണ്ടും ദൈവത്തിന്റെ പദ്ധതി നമ്മൾ നോക്കുമ്പോൾ ഒരു വാക്കി കിടക്കുവാണ്. യെശയ്യാപ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അടുത്തടുത്ത 2 അധ്യായങ്ങളിൽ ആ വാക്യം കിടക്കുന്നെങ്കിലും 175 വർഷത്തിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ദൈവം അടുത്ത അധ്യായത്തിന്റെ തുടക്കത്തിൽ നിവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചോദ്യം, 175 വർഷം ദൈവം എടുത്തു ഒരു ദൈവപ്രവൃത്തിയുടെ വെളിപ്പെടുത്തലിന് വേണ്ടി? 10, 12, 15 വർഷം പ്രാർത്ഥിച്ച് നമ്മൾ മടുത്തിരിക്കുകയാണോ ബ്രദർ? ഹലോ, 175 വർഷത്തിന് മുകളിൽ ദൈവം പടിപടിയായിട്ട് കൊണ്ടുവന്ന അവന്റെ പ്രവചന നിവർത്തിയാണ് ദൈവം അടുത്ത അധ്യായത്തിൽ കോരേശ് എന്റെ ഇടയൻ, എന്റെ ഹിതം അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? ദൈവം നിവർത്തിപ്പിക്കാൻ വേണ്ടി പോകുന്ന കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ ദൈവത്തിന് കൊണ്ടുവരാൻ വ്യക്തികളെ ദൈവം വെളിപ്പെടുത്തിയ കാര്യം ദൈവം പറയുന്നത്. എന്റെ ചോദ്യം, 2, 3, 5, 10, 15 ഈ ആയുസിൽ പ്രാർത്ഥിച്ച് നമ്മൾ മടുത്തിരിക്കുവാണോ? നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവപ്രവർത്തിക്ക് ദൈവത്തിൻ്റെതായ ചില കാര്യപരിപാടികളുണ്ട്. ദൈവത്തിന്റെ കാര്യപരിപാടിയെ നമ്മൾ അലങ്കോലപ്പെടുത്തരുത് കേട്ടോ. നമ്മൾ അതിന് കീഴ്പ്പെട്ടുകൊണ്ടേ ഇരിക്കണം. ഇതിന്റെയൊക്കെ നന്മ നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണെന്നറിയോ? ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നാം ഈ എടുത്ത തീരുമാനത്തിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ തിരിച്ചറിയുന്നത്. ഞാൻ ഒരു പ്രാവശ്യം ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ്, ഇന്ന് രാത്രി ഒരു പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു മനുഷ്യനെ നമ്മൾ തിരിച്ചറിയുന്നത് അവന്റെ ആ കാലഘട്ടത്തിലെ ചില അറിവുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമായിരിക്കാം. അവന്റെ സ്വഭാവം കൊണ്ട് അറിയാൻ പറ്റുമായിരിക്കാം. യഥാർത്ഥത്തിൽ അവനെ അറിയുന്നത് എപ്പോഴാണെന്നറിയോ? അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോഴാണ്. ഒരമ്മച്ചി മരിച്ചു കിടന്നപ്പോൾ ഒരു പാസ്റ്റർ പ്രസംഗിച്ച പ്രസംഗം എന്റെ ചെവിയിൽ ഇപ്പോഴും ഉണ്ടെന്നറിയോ? ഒരു മരം നിൽക്കുമ്പോൾ അതിനെ അളന്നാൽ അളവ് കറക്റ്റ് ആവത്തില്ല. എപ്പോഴാണ് അതിന്റെ അളവും വലിപ്പവും മനസ്സിലാകുന്നറിയോ? അതിനെ വെട്ടിയിട്ട് കഴിഞ്ഞ് അളക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് അതിൽ എത്രത്തോളം കാതലുണ്ടെന്നും എന്തോ അതിന്റെ വലിപ്പമെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴല്ല ഇതൊന്നും തിരിച്ചറിയുന്നതിന് സമയമുണ്ട്, കാലമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, പ്രത്യാശയിൽ അല്പം പോലും നമ്മുടെ താഴോട്ട് പോവാതെ, മനസാക്ഷി നമ്മുടെ മലിനപ്പെടാതെ, വിശ്വാസ കപ്പൽ മുങ്ങിപ്പോവാതെ, പിറുപിറുക്കാതെ, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവമേ നീ എനിക്കും എന്റെ തലമുറകൾക്കും സഭയ്ക്കും ദേശത്തിനും കാലുകൾക്ക് ബലം തരണേ എന്ന് നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. എന്റെ ചോദ്യം, അത് പ്രാർത്ഥിപ്പാൻ ആരെങ്കിലും ഈ പ്രാർത്ഥനയോടുള്ള കാര്യം പഠിച്ചിട്ട് റെഡി ആയിട്ട് ഇന്ന് രാത്രി ആരെങ്കിലും ഉണ്ടോ? ഈ രാത്രി പ്രസംഗം എത്ര നീണ്ടാലും പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമ്മളിത് കൊണ്ടുവരാതെ ഇത് നമുക്ക് വലിയൊരു പരാജയമായി തീരും. ഞാനൊരു ഭാഗം ഇതിനോട് ചേർന്ന് വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത് വായിക്കുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ നിന്നാണ്. ആ വാക്യം വായിക്കണം, ഒന്ന് എടുക്കാവോ? കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം, 1 Corinthians chapter 14 verses 14. 1-ാം അധ്യായത്തിന്റെ 1 Corinthians 14:14. 1 Corinthians 14 verses 14 വായിച്ചാട്ടെ. 45 pray in tongues. My spirit pray. But my mind is unfruitful. ഒരാൾ മലയാളത്തിലൂടെ വായിച്ചാട്ടെ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടല്ലോ, അത് കമ്മ്യൂണിക്കേഷൻ ആണ്. ദൈവവുമായിട്ടുള്ള എന്താണെന്നറിയോ? ഒരു സംഭാഷണമാണ് നമ്മുടെ പ്രാർത്ഥന എന്നുള്ളത്. നമ്മൾ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്ന കാര്യം പറയുമ്പോൾ ഒരു വിഷയം വിചാരിക്കും, അയ്യോ ഞാൻ എന്താ പ്രാർത്ഥിക്കാൻ, എത്ര വാക്ക് പ്രാർത്ഥിക്കും, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലോട്ട് ഒത്തിരി കാര്യങ്ങൾ കടന്നു വരുന്നത്. പ്രയറിന്റെ യഥാർത്ഥമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷനാണ്, അതൊരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മയാണത്. അത് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ ദൈവവുമായുള്ള ആഴമായ ഒരു ഇന്റിമസി, ഒരു വലിയ സ്നേഹത്തിനകത്ത് നിന്നാണ് എന്തോ ഉണ്ടാകുന്നറിയാവോ? ഒരു ദൈവവുമായിട്ടൊരു ബന്ധം നമുക്ക് ഉണ്ടാകുന്നത്. പണ്ട് നോക്കിയ ഫോണിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, എന്നറിയോ? ഫോണിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് എഴുതി വരുമായിരുന്നു, കണക്ട്സ് പീപ്പിൾ എന്നും പറഞ്ഞു അതിനകത്ത് എഴുതി വരുക. എന്ന് വെച്ചാൽ വ്യക്തികളുമായിട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇതെല്ലാം വേദപുസ്തകത്തിന്റെ കോൺസെപ്റ്റിൽ നിന്ന് പോയിരിക്കുന്ന ഭാഗങ്ങളാ. ദൈവമാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്? വ്യക്തികളെ കണക്ട് ചെയ്ത് തരുന്നത്.
നിങ്ങൾ നോക്കിക്കേ, വേദപുസ്തകത്തിൽ ദൈവം യോസഫിനെ കൊണ്ടുപോയി ഓരോരോ വഴികൾ നോക്കിക്കേ. ദൈവം മോശയെ കൊണ്ടുപോയി ഓരോ വഴികൾ, ദാനിയേലിനെ ദാവീദിനെ കൊണ്ടുപോയി നോക്കിക്കേ. എന്തിന്? യേശു ഈ ഭൂമിയിലായിരുന്നപ്പോ തന്നെ ദൈവം കൊടുത്തിരിക്കുന്ന വഴികളും സാഹചര്യങ്ങളും ഒക്കെ നോക്കിക്കേ. എല്ലാം ദൈവം അതാത് സമയത്ത് എന്ത് ചെയ്യാറുന്നറിയാവോ? ദൈവം കണക്ട് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. ഇന്ന് രാത്രി നമ്മൾ കേൾക്കുന്ന വേദഭാഗങ്ങൾ ഇങ്ങനെ തന്നെ. ദൈവം നമ്മൾ എവിടെയാണോ തളർന്നിരിക്കുന്നത് ആ വചനം കേൾപ്പിച്ച് ദൈവം നമ്മളെ ഉറപ്പിക്കുക എന്നുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതിക്കകത്തുള്ള കാര്യമാണ്. ഇന്ന് രാത്രി നമ്മൾ അതുകൊണ്ടാണ് ദൈവം ഇത് കേൾപ്പിക്കുന്നത്. പ്രിയരെ, എത്രയോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടും നമ്മൾ അതിനായിട്ട് ഒരുങ്ങാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനായിട്ട് പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയം കൊടുക്കാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും സംഭവിക്കാതിരിക്കുന്നത്. അപ്പം പ്രയർ എന്നുള്ള അർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ ആണ് മരിക്കുന്നത്. പ്രയർ എന്നുള്ള അർത്ഥത്തിൽ എന്തോ ഇരിക്കുന്ന അറിയാവോ? ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണ് ഇരിക്കുന്നത്. പ്രയർ എന്നുള്ള അർത്ഥത്തിൽ എന്തോ ഇരിക്കുന്ന അറിയാവോ? ദൈവവുമായിട്ടുള്ള ആഴമായ ഇന്റിമസി, ആ വലിയൊരു സ്നേഹമാണ് ഇരിക്കുന്നത്. ഇവിടെ പ്രയറിനെ സംബന്ധിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ വായിച്ചത്. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ ഒന്ന് നിർത്തി വായിക്കാമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ, ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നു, പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും അതിന് ആവശ്യമില്ല. അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നു? എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. എന്തോ എഴുതിയിരിക്കുന്നത്? എന്തോ ആത്മാവാ? എന്റെ ആത്മാവാ പ്രാർത്ഥിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ആത്മാവിന്റെ പ്രാർത്ഥനയെ സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പറയട്ടെ. ഇവിടെ പറയുകയാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അതിന്റെ അർത്ഥം അന്യഭാഷ സംസാരിക്കുന്നവർ എവിടെ സംസാരിക്കുന്നത്? ആത്മാവിലാ പ്രാർത്ഥിക്കുന്നത്. എന്ത് ആത്മാവിൽ ബ്രദർ എഴുതിയിരിക്കുന്നത്? വായിച്ചേട്ടാ വാക്യം ഒന്നുകൂടെ. ഞാൻ അന്യഭാഷയിൽ, ആരാ? ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ആരുടെ ആത്മാവാ? എന്റെ സ്വന്തം ആത്മാവ് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അടുത്ത വാക്യം, എന്റെ ബുദ്ധിയോ ഒത്തിരി തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വാക്യം ഇത്. മനസ്സിലാവുന്നുണ്ടോ? എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്ന പറയുമ്പോൾ ബുദ്ധി എടുത്തു കളയണമെന്നൊന്നും അല്ല എന്റെ അർത്ഥം, അല്ലെങ്കിൽ ബുദ്ധി പോയെന്നൊന്നും അല്ല എന്റെ അർത്ഥം. മനസ്സിലായോ? ഈ വാക്യം വെച്ച് ആരോ ഒരാൾ ബുദ്ധി അപരമായി പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ആ അർത്ഥമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബുദ്ധിയുടെ കാര്യമില്ല, അല്ലെങ്കിൽ ബുദ്ധിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാവോ? തനിക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമെന്നുള്ള അർത്ഥമാണ്. അല്ല ബുദ്ധി വേണ്ടെന്നല്ല. സത്യത്തിൽ ദൈവത്തെ നന്നായിട്ട് അറിഞ്ഞതിന് ശേഷമാണ് എന്റെ വ്യക്തിപരമായ കാര്യം ചോദിച്ചാൽ അല്പമെങ്കിലും കാര്യങ്ങൾ കുറച്ചുകൂടെ പരിജ്ഞാനമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതിന്റെ അർത്ഥം ദൈവം ബുദ്ധി കുറച്ചു കളയുന്ന ദൈവമെന്നല്ല, അവൻ ബുദ്ധി വർദ്ധിപ്പിച്ചു തരുന്ന ദൈവമാണ്. എന്തോ ഇവിടെ അർത്ഥമാക്കുന്നറിയാവോ? എന്റെ ബുദ്ധിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാവോ? എനിക്ക് പ്രയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കഴിയും. ആ അർത്ഥമാ, അല്ലാതെ ബുദ്ധി വേണ്ടാന്നല്ല കേട്ടോ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോഴോ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, ബുദ്ധിയോ അഫലമായിരിക്കും. അടുത്ത വാക്യം വായിച്ചാട്ടെ. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. കണ്ടോ, ഞാൻ എന്തൊക്കെ പ്രാർത്ഥിക്കും? ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ഒരു പ്രാവശ്യമോടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്, ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്. ആത്മാവ് കൊണ്ടുള്ള പാട്ടുണ്ട്, ബുദ്ധി കൊണ്ടുള്ള പാട്ടുണ്ട്. എന്റെ മാത്രം അറിവല്ല, ഞാൻ കേട്ടതും മനസ്സിലാക്കിയതും പഠിച്ചതുമായ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുമോ. എന്തുവാ നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന എന്തോന്ന് ചോദിച്ചാൽ, എനിക്കിപ്പം പ്രിയ ബ്രദറിന്റെ ഒരു വിഷയം അറിയാമെങ്കിൽ ആ വിഷയം എന്നോട് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞാൽ എന്റെ ഓർമ്മയിലിരിക്കും ആ വിഷയം, അല്ലേ? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തിയുടെ വിഷയം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ആ വിഷയം എടുത്ത് പ്രാർത്ഥിക്കുന്ന എന്തിന്റെ പ്രാർത്ഥനയാ? എന്റെ ബുദ്ധി കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ എക്സോ വയ്യോ എന്ന് പറഞ്ഞ വേറൊരു വ്യക്തി എന്നോട് വിഷയം പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ ആത്മാവിൽ ഹേമിപ്പിച്ചു, ഓർപ്പിച്ചു ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്. അതെന്റെ ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എത്ര പ്രാവശ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്നും ചിന്തിച്ചൊന്നുമല്ല. ചില പ്രത്യേക സമയത്ത് ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി ചില പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം ഒരു സ്പാർക്ക് പോലെ നമ്മൾ അവരെ കുറിച്ച് കണ്ടിട്ടുള്ളായിരിക്കാം, അറിഞ്ഞിട്ടുള്ളായിരിക്കാം. ദൈവം ചില
ആലോചനകളും ദൈവം ഒരു ഓർമ്മപ്പെടുത്തലും നമ്മളെ കൊണ്ട് തന്ന് ആത്മാവിൽ ദൈവം പ്രാർത്ഥിപ്പിക്കുന്നു. എന്തിനാ ഇത് ചെയ്തെന്നറിയാം? മുമ്പേ ഞാൻ പറഞ്ഞ കാര്യം, ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു വ്യക്തി വേണം. ആ സമയത്ത് അവൈലബിൾ ആരും നിങ്ങളായതുകൊണ്ട് ദൈവം നിങ്ങളെ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവേ, നീ നിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ഇടയിൽ ചെയ്യുന്നതിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. അതിന്റെ അടുത്ത ഭാഗമാണ് നമ്മൾ പറഞ്ഞ്, ഞാൻ ബുദ്ധി കൊണ്ടും പാടും, ആത്മാവ് കൊണ്ടും പാടും. ഇന്നിവിടെ 2 പാട്ടുകൾ നമ്മൾ പാടി. ഈ 2 പാട്ടും നോക്കിയല്ല പലരും പാടിയത്, നമുക്കറിയാവുന്നത് മുഴുവൻ നമ്മുടെ തലയിൽ സ്റ്റോർ ആയിരിക്കുക. അത് ഓർത്താ നമ്മൾ പാടിയത്. അതെല്ലാം നമ്മുടെ ബുദ്ധിയുടെ പാട്ടാ. പക്ഷെ പലരും പല പാട്ടുകൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവർ ആത്മാവിൽ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ട്യൂണുകളും വരികളും വാക്കുകളും ദൈവം കൊടുത്ത് ആത്മാവിലുള്ള പാട്ടുകൾ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, നമ്മൾ പറയുന്ന പോലെ അന്യഭാഷ വാക്കായിട്ട് മാത്രം പറഞ്ഞു വിടുവൊന്നുമല്ല. ചിലപ്പോൾ അത് ചിലരുടെ പാപത്തെ കുറിച്ച് ട്രാൻസ്ലേഷൻ ഉണ്ടായേക്കാം, ചിലപ്പോൾ വേറൊരു ലാംഗ്വേജ് സംസാരിച്ചേക്കാം, അതൊരു പ്രാർത്ഥനയായിട്ട് പുറത്തു വന്നേക്കാം, അല്ലെങ്കിൽ ഒരു മാനസാന്തരമായിട്ട് അവർ തന്നെ അവരുടെ വിഷയങ്ങളെ ഏറ്റു പറഞ്ഞേക്കാം. എനിക്കറിയാം, ഇംഗ്ലീഷ് ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത വ്യക്തി പാപബോധത്തെ കുറിച്ച് ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുന്ന റിപ്പന്റ് ചെയ്ത വിഷയത്തെ എനിക്കറിയാം, കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള കാര്യം, പാടിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ദൈവം വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ദൈവം ഇടപെടും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിച്ച ഇത്രേ ഉള്ളൂ. 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, പ്രയറിന്റെ ഒരു ഭാഗം നമ്മൾ കണ്ടു, യാചന, അല്ലെങ്കിൽ അതിനെ നമ്മൾ മനസ്സിലാക്കി എങ്ങനെയായിരുന്നു? നിവേദനം എന്ന രീതി മനസ്സിലാക്കി. പ്രയറിനെ കുറിച്ച് നമ്മളിപ്പോ പറഞ്ഞു. പ്രയർ എന്ന് പറഞ്ഞത് ഒരു കമ്മ്യൂണിക്കേഷനോടുള്ള ബന്ധത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഇന്റിമസിയോടുള്ള ബന്ധമാണ്, ഒരു ഫെലോഷിപ്പിനോടുള്ള ബന്ധത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പ്രാർത്ഥനയോടുള്ള അർത്ഥം. പക്ഷപാതം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്തുവാ? ഞാൻ വേറൊരു വ്യക്തിയുടെ പക്ഷം പിടിച്ച്, ദൈവമേ, നിത്യരക്ഷയ്ക്കായി നിത്യജീവനായി ഇദ്ദേഹത്തെയും കൂടെ ഒരുക്കണമേ എന്ന് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുകയോ. ഒരുപക്ഷെ എന്റെ മാതാപിതാക്കൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ആത്മീയമായ നിത്യതയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം ബ്രദർ? പക്ഷം ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 4-ാമത്തെ ഭാഗം നമ്മൾ കണ്ടു, താങ്ക്സ് ഗിവിംഗ്, സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. അത് ചെയ്തു കഴിഞ്ഞതിനല്ല, ദൈവം ചെയ്യാൻ പോകുന്നതിനും വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഇതിനെ തുടർന്ന് നമ്മൾ മനസ്സിലാക്കി, ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പാടും, ഞാൻ ആത്മാവ് കൊണ്ട് പാടും. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ദിവസങ്ങളിൽ അടയട്ടെ. യേശുവേ, ഞാൻ പോകും യേശുവേ.